അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. അതാണ് പ്രശ്നം. എന്തോ ഒരു കാര്യത്തിന് സ്നൈപ്പർ മാമന്റെ കൂടെ നിന്നിട്ടുണ്ട്. എത്ര സിനിമയിൽ അഭിനയിക്കാൻ കൂടെ നിന്നിട്ടുണ്ട്. കുടുംബം തകർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു സിനിമ നല്ല സത്യം പറയുവാണെങ്കിൽ കാത്തുമായിട്ട് റിലേഷനിലായിട്ട് കാത്തു വെക്കണം. പക്ഷെ മിക്കുമോനെ വന്നിട്ട് അച്ഛാന്ന് വിളിക്കണേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നത്. അതിൽ പിന്നീട് ഞാൻ കാത്തുവിനെ അവോയ്ഡ് ചെയ്യാൻ ഒരു കാര്യം ചെയ്തിട്ട് അപ്പൊ നാളെ ബാലമ്മ ഏതെങ്കിലും ഒരു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മീനുട്ടി എന്നെ നോക്കുന്നുണ്ട് പറ്റൂലെന്ന് അറിഞ്ഞാ ബാലമ്മ മീനുട്ടീനെ കളയോ? ബാലുമാമൻ കളയുമല്ലോ. മീനുട്ടീനെയോ? ഓ ബ്രോ മീനുട്ടി ബാലനെ വിശ്വസിച്ചിരിക്കുവാണല്ലോടെ. ബാലന്റെ കണ്ണിച്ചോരെന്നാണ് മീനുട്ടി വിചാരിച്ചിരിക്കണത്. അത് കണ്ണിച്ചോര പറ്റിപ്പോയന്റെയാണ്, പറ്റിപ്പോയന്റെ. ബാലിന് കണ്ണിച്ചോരെന്ന് പറയുന്ന സാധനം ഇല്ല ഇല്ല. ബക്കറ്റി മുക്കും, ബക്കറ്റി മുക്കും. അതിപ്പോ മീനുട്ടീന്റെ ഇതുപോലെ ഇരിക്കുമല്ലോ. മീനുട്ടി ഇപ്പഴേ വെള്ളത്തിൽ മുങ്ങി പ്രാക്ടീസ് എടുത്ത് വെച്ചോ. മീനുട്ടി ചുമ്മാ പറഞ്ഞല്ലേ. മീനുട്ടി ഇതിനെ വിഷമിക്കണത്. മീനുട്ടി ഇവള് അമ്പത്തൂര് ഉമ്മ വന്നപ്പോ ഇവള് മേടിച്ചോണ്ടിരിക്കുന്നു. അമ്പത്തൂര് ഈ പെണ്ണിനെ കൊച്ചിനെ നോക്കിക്കോ. ഞാൻ പോണ്. ഞാൻ എന്റെ ഭാര്യയെ പോയൊന്നും മര്യാദക്ക് കൊറേ നേരായി നിന്നെ ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാൻ മറ്റേ കമ്പെടുത്തോണ്ടോ നിന്നെ എടുത്തിട്ട് അടിക്കും. ഞാൻ പറഞ്ഞതാണ്ടാ പെണ്ണുപിടിയനല്ലടി. ഞാനേ പറഞ്ഞാലേ കൂടിപ്പോ. കൊച്ചുവായിൽ വലിയ വാർത്ത പറഞ്ഞോട്ടല്ലോ. നിന്റെ അച്ഛൻ ബാല അടിച്ചു കാണത്തില്ല. അവനെ ഞാൻ തല്ലിയതാനാ. അതുകൊണ്ട് പറയാ എടുക്കട്ട് അടിച്ചാ പൊട്ടിക്ക് ചാത്തി. അയ്യോ ഞാൻ പിടിച്ച്. അയ്യോ ഞാൻ മോക്ക് തോന്നോണ്ട് അമ്പുമാവ് ഉമ്മ വെക്കുന്നു. അമ്പുമാവിന് അതിനുള്ള കഴിവില്ല മോളെ. മോള് വിചാരിക്കുന്നതിന് അമ്പുമാവ് അത്ര തെറ്റില്ല. അമ്മുമാവിന് പെണ്ണില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധര കഴിക്കും. കത്തു അബ്ദൂരിനെ കുറച്ചു മുമ്പ് എന്തൊക്കെ ചെയ്യണം ഞാൻ കണ്ടായിരുന്നല്ലോ. കത്തു ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തോ അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അമ്പത്തൂരിനോട് കോളിലൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായല്ലോ. അപ്പൊ അതെന്താ കോൾ ചെയ്യണം നീ കേട്ടെങ്കിൽ കോളിനകത്ത് എന്ത് സംസാരിച്ചത് നീ കേട്ടില്ലേ? കോളിൽ എന്താ സംസാരിച്ചത് ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്ത ഒരാളോട് നമ്മളെങ്ങനെ സംസാരിക്കും? എടാ നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയണത് എങ്ങനെയാടാ ജുഗുറു? ഞാൻ സത്യം പറഞ്ഞ മേഘ കഴിഞ്ഞിട്ട് കാത്തുവിനെയാണല്ലോടാ അവന്റെ കറിഞ്ഞൂടാടാ എന്തൊരു പറയണത്. ഞാൻ അത്രക്ക് സീരിയസ് ആയിട്ട് തന്നെയല്ലേടാ കാത്തുവിനെ നോക്കി. കാത്തുവിനെ പറ്റിയാലും എന്നെ പറ്റിയാലും കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാടാ? എടാ എന്നെ കാട്ടി ബെറ്റർ ആയിട്ട് ഇവൾക്ക് തോന്നിയിട്ടുണ്ടാവല്ലേടാ അമ്പത്തൂരിന്? നീ പറയാ മീനൂട്ടി എന്നെ പറയാ. മീനൂട്ടി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എന്തിനാ അമ്പത്തൂര് കാത്തു ചേച്ചിനെ ഞാൻ ഓക്കെ കാത്തുവിനെ അമ്പത്തൂര് കേറി പിടിച്ചെന്നായിക്കോട്ടെ. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളോട് ഞാൻ നോക്കുമ്പോ ഫോണും വിളിച്ചിരിക്കണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മീനൂട്ടി ഞാൻ സിറ്റിയിൽ വരുമ്പോ ഒക്കെ മീനൂട്ടി എന്റെ കൂടെ ഇല്ല. ഞാൻ ഏതെങ്കിലും മാമന്മാര് സംസാരിക്കാനെങ്കിലും പോണ മക്കള് കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഫുൾ ടൈം നടക്കുന്നത്. ജുഗുറു ഓ എന്നെക്കാളും എത്ര ബെറ്റർ അല്ലേ അമ്പത്തൂര് ജുഗുറു? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല.
പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ ജുഗുർ പ്രവൃത്തിയിലൂടെയൊക്കെ സത്യം അല്ലേ? അതെ 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 ഇപ്പൊ എപ്പോ നോക്കിയാലും 50 ഞാൻ ഒന്നും ചെയ്യാറില്ല. സ്നൈപ്പിന്റെ തിരക്കുകളെല്ലാം മനസ്സിലാക്കി നിന്നിട്ടേ ഉള്ളൂ. ബാക്കി സ്നൈപ്പ് നോക്ക്. ഇത്ര തിരക്കുകളിലും ഞാൻ കാത്തൂനെ വന്ന് ഇത്ര സീരിയസ് ആയിട്ട് നോക്കുമ്പോ ഇന്ന് ചെറിയ കണ്ടില്ലടാ. ഉണ്ടകളുടെ ഇടയിൽ കൂടെ സത്യം ജീവൻ പണയം വെച്ച് കാന്റീനില് അയ്യോ മലന്നിടന്നപ്പോഴും ബോധം കാത്തൂന്റെ പോയപ്പോഴും. ഓർമ്മകൾ കൊണ്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? നമ്മള് ബ്രേക്കപ്പ് ആയാലും ഞാൻ കാത്തൂനെ മിസ് ചെയ്യും അല്ലേ ജുഗുറു? രണ്ടുപേരും ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് വേണം. ഇല്ലെങ്കിൽ മീനുട്ടിന്റെ നെഞ്ചത്തോടെ കയറ്റിക്കോ വണ്ടി. போப்பா போ பையன் காப்பாத்தி கொடுத்தோம் என் மேல ஒரு நம்பிக்கை இல்லல்ல കാറിന്റെ അവിടെ നിൽക്കില്ല. മീനുട്ടിന്റെ നെഞ്ചത്തോടെ കയറ്റിക്കോ. என்னப்பா வேடிக்கை பாக்குற அப்ப என் கூட தங்க மாட்டல போப்பா என் குடத்தை தாண்டி போ വേണ്ട വേണ്ട. ആ ഈ റോഡിന്റെ ലൈനിന്റെ അത്രേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞിട്ടില്ലേ? മാറി അവിടത്തെ ഇതാത് കമ്പിയാന്ന് പറഞ്ഞ് വെക്കും അരിലും കൊണ്ടുപോയി. എനിക്കൊന്നും അറിയണ്ട. ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ മീനുട്ടിന്റെ മേത്തോടെ വണ്ടി കയറ്റി കൊന്നിട്ട് പോയാ മതി രണ്ടുപേരും. സ്നേഹിത്തെ മറ്റേ കാക്ക കറ്റൊക്കെ കറണ്ട് ലൈനിൽ അടിച്ചിരിക്കുന്ന ഒരു ഇതോ. സത്യം പറഞ്ഞാൽ നമ്മള് റിലേഷനായ പിന്നെ ഫുള്ള് പ്രശ്നങ്ങളാക്കാം. കാത്തൂനെ ആലോചിച്ചാൽ എന്നെ പറ്റി കുറ്റം പറയുക, കാത്തൂനെ പറ്റി ഞാൻ കുറ്റം അതൊക്കെ പറയുക. വിശ്വസിച്ചോ? വിശ്വസിക്കാനല്ല, അതൊരു സത്യമാണല്ലോ ഇല്ലല്ലോ. ഇവരിങ്ങനെ വന്ന് പറയണത്. ഞാൻ അതൊന്നും കേട്ടിട്ടില്ലല്ലോ. സ്നൈപ്പിന്റെ പാസ്റ്റോ സ്നൈപ്പിനെ പറ്റി ആരെന്ത് പറയുന്നതോ ഞാൻ എന്തായാലും കേട്ടിട്ടില്ല. അത് വെച്ച് ഞാൻ ഇനിയിപ്പോ ഒരു സത്യമായിട്ട് പറയാ അല്ലേ? ഞാൻ ഇത്രയും ഇനി എനിക്ക് ഇനി വളച്ചു നീട്ടാനൊന്നും ഇല്ല. പറഞ്ഞു ഇവിടെ കിടന്നതിന്റെ ഇനിയിപ്പൊ വളച്ചു നീട്ടലൊന്നുമില്ല. കാത്തൂന്റെ ജീവിതം എന്താന്ന് വെച്ചാൽ കാത്തൂന് ഡിസൈഡ് ചെയ്യാം. എനിക്ക് എന്റെ ജീവിതം ഞാൻ എന്ത് എനിക്ക് സ്നൈപ്പിനോട് ഒരു പ്രശ്നമില്ല, ഇഷ്ടപ്പെടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത് എന്ന് ഞാൻ സ്നൈപ്പ് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ ദിവസം ഞാൻ എങ്ങനെ സ്നൈപ്പിനെ കണ്ടു തുടങ്ങിയോ അതേ രീതിയിൽ തന്നെ എനിക്ക് സ്നൈപ്പിനോടൊന്ന് ഫീൽ. അമ്മമാമന് ഇപ്പൊ സമാധാനായില്ലേ? സന്തോഷായില്ലേ? ഞാൻ എന്തിനു ചെയ്ത മീനുകുട്ടി? ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തിട്ടാ മീനുകുട്ടി ഇങ്ങനെയൊക്കെ വന്നു? ഞാൻ എന്ത് ചെയ്ത് അവിടെ വെറുതെ നിൽക്കുക ഈച്ച അടിച്ച്? എന്നാലും ചേച്ചിന്റെ ജീവിതം തകർക്കണായിരുന്നു. എന്തോന്ന് അർത്ഥം വന്ന്? ഹലോ ഹലോ എന്തോ 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 എന്താ? എന്ത് പറ്റി? അയ്യോ ഇനി ഞാൻ സംസാരിച്ചത് ഇനി അടുത്ത പ്രശ്നം വെറുതെ എന്ത് കാര്യം പറയാത്ത എന്താ പറ്റി? അല്ല അത് ബ്രേക്കപ്പ് ആയി അത്രേ ഉള്ളൂ. யார் பழியோ யார் பிழையோ யார் வெச்சா കൺമൊഴിയോ മാത്രം തനിച്ചു വന്നു എനിക്ക് സംസാരിക്കാം. ഇതൊക്കെയാണ് മീനുകുട്ടി ഇങ്ങനെ അപവാദങ്ങൾ ഉണ്ടാക്കുന്നത്. മാമിന് എങ്ങനെയാണ് മാം ഒരു സന്യാസിനിയാന്ന് അറിയത്തില്ലേ? മാമിന് പെണ്ണില്ല. കാത്തു ചേച്ചിക്ക് പറ്റിയ ബ്രേക്കപ്പ് ആയതിന്റെ ഡിപ്രഷനാ. മനസ്സിലായോ? ഞാനല്ല. ഞാനൊരു കാര്യം ചോട്ടെ. മീനു മോളെ ഞാൻ കാരണം പറയാം. മീനു മോള് വലുതായിട്ട് മീനു മോളുടെ ഒരു കൂട്ടുകാരന് ബിരിയാണി വെച്ചു കൊടുത്തു. അത് അയ്യോ പറയട്ടെ, ഉദാഹരണം മീനുകുട്ടി വളർന്ന് വലുതായി. മീനുകുട്ടി കൂട്ടുകാരന് ഫുഡ് മേടിച്ചു കൊടുത്തു. ഉദാഹരണമായിട്ട് വേറെ ആരെങ്കിലും വരാനോ മീനോട്ട് ബിരിയാണി വെച്ചു കൊടുക്കൂല. പോട്ട് ഉദാഹരണത്തിന് ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനും എനിക്ക് കാത്തു പെണ്ണ് ബിരിയാണി ഉണ്ടാക്കി തന്നു. ഞങ്ങൾ കൂട്ടുകാരല്ലേ? അതിന് സ്നേഹിപ്പ് വന്ന് സംശയത്തോടെ വേറെ കണ്ണോടെ നോക്കുന്നത് തെറ്റല്ലേ? ആണോ അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഇത്ര സംശയരോഗമാണെങ്കിൽ അത് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് കാത്തു ബിരിയാണി ഉണ്ടാക്കി തന്നു പറഞ്ഞു. അവിടുന്ന് തുടങ്ങിയതായി പ്രശ്നം. ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇത് എന്റെ കുഴപ്പം കൊണ്ടാണ് അവന്റെ കുഴപ്പം കൊണ്ടാണ്? സംശയരോഗം. അപ്പൊ ഞാൻ കാര്യം ചോട്ടെ, ഒരു കൂട്ടുകാരന് ബിരിയാണി ഉണ്ടാക്കി വെച്ചെന്ന് കൊടുത്തെന്ന് പറഞ്ഞിട്ടൊക്കെ ആണോ ബന്ധങ്ങൾ വേർവിരുന്നത്? പറ മീനുകുട്ടി പറ. ഇതൊക്കെ ഇത്രേ ഉള്ളോ ട്രസ്റ്റ്? ഞാൻ വന്നല്ലോ ഞാൻ ഇന്നും കൂടെ സൈപ്പിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞുള്ള പോയി സംസാരിക്കണം. ഈ മീനുകുട്ടി എന്നെ പറഞ്ഞു എന്നെ ഡിപ്രഷൻ ആക്കുക. ഒന്ന് സംസാരിച്ചാ തീരാന്ന കാര്യമുള്ളൂ സൈപ്പേ. ഒന്ന് ദീപനിർമ്മലയുടെ അടി പോയി സംസാരിക്കണം. നീ സംസാരിക്കും. ജീവിതത്തിൽ തെറ്റുപറ്റാത്ത ആരാണ് സൈപ്പ്? സംസാരിക്കും.
ഞാൻ വിളിച്ചു ഏതോ തെറ്റി അപ്പൊ സംസാരിക്കണ്ടേ എങ്ങനെയെങ്കിലും സംസാരിക്കാൻ വേണ്ടിട്ടാ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ നീ കമ്പെടുക്കുന്ന കേട്ടല്ല മര്യാദക്കുന്നോ എന്നെ പ്രായം നോക്കി എന്നെ അച്ഛാന്നൊന്നും വിളിക്കണ്ടേ മാമാന്നൊന്നും വിളിക്കുന്ന റെസ്പെക്ട് വേണം കേട്ടല്ല. ഇവര് അമ്മ ഒരുമിക്കണം വേണ്ട നീ പറ. കളിക്കരുത് തമാശ കളിക്കരുത് മോളെ. ഇതാണ് ആശ് മാമൻ കേട്ടോ. അവനൊന്നും ഒരിക്കലും പ്രായമില്ല കേട്ടാ. താടി കുടിയൊക്കെ വെച്ചാ ബാലനെ ഞങ്ങളുടെ അടുത്ത് ഇന്നലെ ഞങ്ങളുടെ പറഞ്ഞോളൂ. ശരിയാ, ഇവിടെ ആവുമ്പോ ആരും അറിയത്തോലില്ല. മുഖ്യ കൊന്നാലേ മുക്കി കൊല്ലട്ടെ. ഈ വെള്ളത്തിലെടുക്കോ മാമൻ പറഞ്ഞില്ലേ ഞങ്ങളങ്ങ് തട്ടിക്കളയാം. അവന് ഈ കല്യാണം കഴിച്ചാൽ നീ ഒരു തടസ്സമായിട്ട് നിക്കണ്ട എന്നുള്ള രീതിയില് ഏത് ഇല്ലേ സാവേജ് അവന്റെ ജീവിതം നമുക്ക് ആണോ എന്നാ ഇങ്ങോട്ട് അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് കടലിങ്ങോട്ടാണ് കടലിങ്ങോട്ട് നമ്മളെ മുമ്പിൽ ഇങ്ങോട്ട് നിന്നെ ഇല്ലെങ്കിൽ ഞങ്ങളെ കൊന്നേക്കാം. അതെ അതെ കൊന്നേക്കാം. അയ്യോ എന്നാ ശരി. നമ്മൾ ആരുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. നമ്മളിനി ഇയാളെ കണ്ടാ പോലെ നമ്മൾ മിണ്ടത്തിന്റെ പോരെ. അതെ എനിക്ക് ലൈറ്റർ അപ്പൊ നീയാണോ ഇല്ലാത്ത ഇതല്ലേ കട്ടറുമ്പ് ജുഗുറു? ഇപ്പൊ ഒന്ന് പച്ചനെല്ലാം കോംപ്രമൈസ് ആക്കിയതേയുള്ളൂ. ചുഗുറുമാവിന് പെണ്ണ് കിട്ടൂല കേട്ടോ. മീനൊക്കെ കോളാക്കി തരും. എനിക്ക് എന്റെ നെടുമ്പള്ളി വലുത് കണ്ടാ. നെടുമ്പള്ളി ആരാ? അവിടെ അതില് ചാരി ഇരിക്കണവൻ ജുഗുറു. അതാണ് നെടുമ്പള്ളി. അല്ല അത് ഒരു കോക്കേനെ കാത്തു എനിക്ക് ഓക്കെ പറയാം. ഇതിന്റെ വില കടലിൽ കഴിഞ്ഞു വന്നേ. ഓക്കെയാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടൂല. മീനൂട്ടി മൊത്തം കോളാക്കും. നമുക്കല്ലേലും പെണ്ണിനെ വേണ്ട. പെണ്ണ് വേണ്ട. പെണ്ണ് കിട്ടത്തില്ല. നെടുമ്പള്ളി കേൾക്കാം. നെടുമ്പള്ളി ഇല്ല നീ എന്നെ ഇല്ല. ഓക്കെ പത്തെന്തിരാന്ന് എന്നൊക്കെ ഐക്രം കഴിക്കുന്നിട്ട് തോന്നുന്നുണ്ടാ? ബിരിയാണി വേണ്ട, ബിരിയാണി വേണ്ട. ഡീലില്ല, ഡീലില്ല. നോ ഡീൽ, നോ ഡീൽ. ഡീലില്ല, പൈസയുടെ ആവശ്യം നമുക്കില്ല. നോ ഡീൽ, നോ ഡീൽ. ഇനി ഒരു ഡീലും ഇല്ല. നോ ഡീൽ. നോക്കട്ടെ നോക്കട്ടെ, നമ്മുടെ മനസ്സ് മാറുമോ നോക്കട്ടെ, സംസാരിച്ച് വാ. ഒന്നും തരണ്ട, കൂടെ ഉറപ്പ്. അതെങ്ങനെയാ അത് പേരിക്കുട്ടി നമ്മുടെ നെടുമ്പള്ളി ഫാമിലിയില് നടക്കത്തില്ല. ആര് ഓക്കെ ആണല്ലോ. ഓക്കെ 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 ബാ. ജുഗുറുവിനെ വിളിച്ചോണ്ട് വരണേ ഇതുപോലെ. ഓ മോളായിരുന്നോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജുഗുറു സാവേജ് നിങ്ങൾക്ക് ഓക്കെ ആണോ? എനിക്ക് പെണ്ണ് കിട്ടണം. നിങ്ങളെ വെച്ചോടെ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണോ? അവരെന്താന്ന് വെച്ചാൽ സംസാരിക്കട്ടെ. നമ്മള് കാത്തു ഇവർക്കിപ്പോ ഓക്കെ ശരിക്കിരിക്കിപ്പോ എന്താ പ്രശ്നം കാത്തു? എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇപ്പൊ എന്താ കാത്തു? സ്റ്റിൽ ഐ ലവ് യു. ഇവ ഹഗ് കിട്ടാൻ വേണ്ടിട്ട് മാത്രം ഐ ലവ് യു പറയുന്ന ചെറ്റേവൻ. ഞാൻ പറയുന്നില്ല വൃത്തിയേട്ടാ കാമക്കണ്ണൻ കേറി പിടിച്ചിട്ടെ. ഞാൻ നെടുമ്പള്ളിയാന്ന് ഇതേപോലെ നേരത്തെ കേറി പിടിച്ചിട്ടേ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നു.
പത്തില്ല സ്നേഹിപ്പ് ചെയ്ത് ഇത് ഒന്നേ തലയിലായി. അല്ല അല്ല ഇതൊക്കെ സ്നേഹിക്കണം നീ. അല്ല അങ്ങനെയല്ല. ഇവള് സെറ്റാക്കാനുള്ളതല്ല, ഇവള് മുടക്കാൻ ബെസ്റ്റ് ആണ് അവള്. അതിപ്പോ ബാലന്റെ മോളല്ലേ, പറയാണ്ടിരിക്കാൻ പറ്റുമോ? അന്നേക്കാൾ മോശം. ഇതിനെ എടുത്ത് കടലിൽ മുക്കണ്ടേ? ആരാ സിനിമയിൽ അഭിനയിക്കാൻ എടുത്ത്? ആ മീനൂട്ടീനെ നമ്മളന്ന് പറഞ്ഞില്ലേ കാര്യം. സിനിമയിൽ അഭിനയിപ്പിച്ച ആര്? മീനൂട്ടീനെ പറയലേ എനിക്ക് പറഞ്ഞില്ലായിരുന്നോ? കറക്റ്റാവും. മീനൂട്ടീനെ ആരാ പറഞ്ഞ? മീനൂട്ടീനെ ഞാൻ ഇരിക്കുമ്പോ ആരെയും പറയോ മീനൂട്ടി? 2 ഐസ്ക്രീം എടുക്കട്ടെ. അമ്പ് വളക്കുന്നുണ്ട്. എടാ അതല്ലടാ, സാധാരണ എല്ലാരും കുടുംബ കലക്കാൻ വാങ്ങുക എന്താ 1 കോടി 2 കോടി 3 കോടി ഒക്കെ. ഇത് 10 ചോക്കോബാറിന് ആളൊറ്റോടെ ഇതാണ്. ഓ എക്സ്പെൻസീവ്, ടു എക്സ്പെൻസീവ്. കാത്തു കുറച്ച് കാര്യങ്ങള് ഇന്ന് തീർപ്പാക്കാനുണ്ട്. ആ ആ സ്നൈപ്പ് വീണ്ടും ആരെ നമ്മുടെ പറ്റിക്കാൻ വേണ്ടി നെടുമ്പള്ളിയിൽ നമ്മൾ തിരഞ്ഞു. എന്താടി പേരുക്കുട്ടി എന്താടി? എന്താടി? വേണ്ട എന്തോ വേണ്ട. എന്തോ കളിച്ചാ അത് ഇവൾക്ക് വേണ്ട തിരിച്ച് വേണ്ട നമ്മളെ പറ്റി അറിയാത്തോണ്ടാ സാവില്ലേ. 50 ബേബിയോടെ നിന്റെ അമ്പത്തൂരും ഇല്ല, ബേബിയും ഇല്ല. ഈ നിക്കണതും മിക്കവും മാത്രമേ ബേബി ഉള്ളൂ. പിന്നെ നീ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബേബിയും ഇല്ല, ഗോപിയും ഇല്ല. ഇതിലൊന്നും വഴങ്ങരുത് നീ. വേങ്ങണ്ട, കുഴപ്പമില്ല. ബേബിന്ന് നിന്നെ അല്ലേ? എന്റെ കത്ത് എന്താണ് ഈ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേണം. ആരും പേടിക്കുന്ന സ്റ്റേപ്പേ അല്ലേ? കൊറേ നാളായല്ലേ കൊറേ നാളായല്ലോ നിനക്ക് അമ്പത്തൂരിനൊപ്പം. ഈ രാത്രിയാകുമ്പോ രണ്ടിനും ഇന്ന് വട്ടാണോ ദൈവമേ? എനിക്കറിഞ്ഞത് എന്റെ പൊന്നു മോളെ. കണ്ടുപിടിച്ചല്ലോ. ഓടി എങ്ങോട്ട്? മീനിക്ക് എഴുതി നിക്കും. അയ്യോ പ്രശ്നമല്ലോടാ. വലിയ ഷോ കാണിച്ചതിന് നിന്റെ ചെവി കൊണ്ടുവന്ന് ബലൂൺ പൊട്ടിക്കും ഞാൻ. മീനുട്ടി സ്നൈപ്പർ മാമന്റെ പേര് മാത്രമേ പറയാത്തേ ഉള്ളൂ. എന്താന്ന് വെച്ചാ പെട്ടെന്ന് തീർക്ക്. നിങ്ങൾ തിരിഞ്ഞിക്കോ തീർക്ക്. ഇട്ടുള്ളതാണ് പറയാത്തത്. പറഞ്ഞ തീർക്ക് സ്നൈപ്പേ. മീനു പറയണ കേൾക്കണം. ഇവള് ഓവർ ഷോ കാണിക്കണി വെള്ളം വിട്ടുപൂച്ചക്ക് ഞാൻ ചീഞ്ഞ മീനിട്ട് കൊടുക്കുമല്ലോ. വേണോ? മീനുട്ടി സ്നൈപ്പർ മാമന്റെ പേര് മാത്രാണ് പറയാണ്ടിരുന്നത്. അത് മീനുട്ടിക്ക് സ്നൈപ്പർ മാമന് അത്ര ഇട്ടുള്ളതാണ് പറയാഞ്ഞി. മീനുട്ടി പറയണോ? പറയടാ, നിനക്കാരണ പേടി. നീ നെടുമ്പള്ളി പറഞ്ഞോ. സാവേജ് മാമന് പെണ്ണ് കിട്ടാത്തതിന്റെ അസൂയ. ഇതിപ്പോ എവിടെ നിന്ന് വന്ന് എന്നെ തിരിച്ചുണ്ടാക്കി ഞാൻ ഇല്ല, പോന്നു. ഉണ്ടാക്കത്തില്ല. സംഭവം സേപ്പിന് കുറച്ചു നേരം സിഗരറ്റ് വെച്ചിങ്ങനെ ഇരിക്കണം. അതിനാണ് ഇതൊക്കെ കാണിച്ചത്. സാവേജ് മാമ ഒന്നിങ്ങോട്ട് വരുമോ? ഇത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഇത് ഇന്നത്തെ അവസാനിപ്പിച്ചാലും മീനക്കുട്ടി എങ്ങനെ പറയില്ലേ? മീനക്കുട്ടി അങ്ങനെ പറയില്ല. മീനക്കുട്ടി നമ്മളൊക്കെ സിംഗിൾ ആയിട്ട് നടക്കുമ്പോ ഇവര് പെണ്ണ് വേണം. മീനക്കുട്ടി മാമന് പെണ്ണ് വേണം. വേണ്ട അതൊരു പെണ്ണ് കിട്ടുന്നത് വരെ പറഞ്ഞു നടക്കും. സിഗ്മ സിഗ്മാന്ന്. ഇല്ല സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറും. അല്ല വാ സാവേജ് മാമന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. അത് സെറ്റാക്കി കൊടുക്കുന്നു മേനോട്ടി. അയ്യോ എപ്പോ ഞാൻ 3ാം ക്ലാസ് ഫെയിലാന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? പക്ഷെ നിനക്ക് സ്റ്റിൽ ഐ ലവ് യു പറയാൻ നിനക്ക് ഒടുക്കത്തെ എഡ്യൂക്കേഷൻ ആണല്ലോ. അത് ഞാൻ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞ് ശീലായി. ഒന്നുമില്ല, ഇപ്പൊ പറയണം. എന്താ ഇപ്പൊ പറയേണ്ടത്? അയ്യോ അതൊരു ചെറിയ വാക്കിൽ ഒതുങ്ങിപ്പോയ പോലെ ഇരുന്നില്ലേ? അയ്യോ ഒന്നുമില്ല, ഇത് പറഞ്ഞാ മതി. വല്ല ഡയലോഗ് പറഞ്ഞ സാവേജേ. എനിക്കെന്റെ പുതുപ്പള്ളിയാണ് വലുത്. ഓക്കെ അങ്ങനെയല്ല, എനിക്കത് ചെങ്കൊക്ക അതാണ് പൊടി ചെങ്കൊക്ക മാമൻ അറിഞ്ഞു. ചെങ്കൊക്ക മാമന് സ്നൈപ്പർ മാമിന്റെ ലൈഫില് കാത്തിച്ചേച്ചി തടസ്സാവില്ല. അപ്പൊ ചെങ്കൊക്ക മാമനെ വല്ലതെന്ന് പറഞ്ഞു. കാത്തു ലെക്സ് ബ്രേക്ക് ഡൗൺ. ബ്രേക്കപ്പാടാ ഡൗൺ. കുഴപ്പമില്ല, അവന് വിദ്യാഭ്യാസം ബ്രേക്കപ്പ് എന്നാ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ എന്റെ നിങ്ങള് മിലിനി ഒന്നുമില്ലല്ലോ. സാവേജ് മാമൻ നിധിച്ചേച്ചിന്റെ കൂടെ പോകും. അപ്പൊ സ്നൈപ്പർ മാമൻ പെണ്ണില്ലാതെ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കേണ്ടി വരും. നക്ഷത്രം ഇങ്ങനെ എണ്ണി ഇരിക്കേണ്ടി വരും. പെണ്ണില്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്, ഇരിക്കട്ടെ എന്ന് നോക്കും. മനസ്സിലായില്ലേ? മോട്ടും നടിച്ച് മുടക്കിനായി പോകും. എനിക്ക് കുഴപ്പമില്ലല്ലോ.
വാസുമാമനോട് പേര് പറഞ്ഞു കൊടുത്താ മതി. അയ്യോ മീനുട്ടി അങ്ങനെ ചെയ്യല്ലേ മീനുട്ടി. നീ പോയി പറയടി, എനിക്കൊന്നുമില്ല. നാളെ കണ്ടോ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മീനുട്ടീനെ നൊല്ലി പറിച്ചെന്നറിയാം മീനുട്ടി. സ്റ്റേഷനിൽ കയറുവാന്ന് പറഞ്ഞതിന് ആനമയിലൊട്ടകോ മനസ്സിലായില്ലേ? എന്ന് മീനുട്ടി വാസുമാമനോട് ഇന്നും ഇന്നലെ കയറാൻ തുടങ്ങിയതല്ല, വർഷങ്ങളായി. വാസുമാമനോട് പറയും. കാത്തു ചേച്ചീനെ ബ്രേക്കപ്പ് ചെയ്തപ്പോ മീനുട്ടി അങ്ങനെ ചെയ്യില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞ് മീനുട്ടീനെ സ്നൈപ്പ് മാമൻ ഞുള്ളി പറിച്ചെന്നറിയാം. ഞാൻ ഇങ്ങനൊന്നും ചെയ്തില്ലല്ലോ മീനുട്ടി. എടി നിന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലും ഞാൻ ഇനി ഇങ്ങനെ സംസാരിച്ചതിനാ. ഇതൊക്കെ മീനുട്ടീന്റെ ഉടുപ്പിലൊരു റെക്കോർഡറുണ്ട്. അതിലെല്ലാം തെളിവായിട്ടുണ്ട്. മീനുട്ടി ഇത് വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കും. ബാലമാമൻ ഇങ്ങോട്ട് വരട്ടെ. അതെ വാസുണ്ണൻ അറിയാം, എനിക്ക് ഈ പിള്ളേരെ കാണുമ്പോ പണ്ടേ ഈഗോ. സ്നേഹിപ്പമ്മ ഒന്നില്ലേലും മീനുട്ടി എത്ര വട്ടം സ്നേഹിപ്പമ്മന്റെ കൂടെ നിന്നിട്ടുള്ളതാ. ഈ പാവ മീനുട്ടീന്റെ പറയണേട്ട് കഴിഞ്ഞാ വെറുതെ നിന്ന പോലെ 1 കോടി പ്ലസ് നിന്നെ പോലീസ് പിടിക്കാൻ എന്നെ പിടിക്കും. എല്ലാവരുടെ ജീവിതം തകർക്കാനില്ലേ? എന്തൊന്നുമില്ലല്ലോ. ഇത് പറയണേട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് തകർത്ത പോലെയല്ലോ, നീ ഉണ്ടായല്ലോ. ഞാനൊന്നും ഉണ്ടായില്ല. മീനുട്ടി തകർത്തതൊക്കെ മീനുട്ടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനും കൊറേ ജീവിതങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുത്തിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത്. ഒരെണ്ണം പറയാമോ? പക്ഷാ കാശി ചേച്ചിന്റെ ജീവിതത്തില് മാമനല്ലേ കൊണ്ടുപോയി മീനുട്ടീനെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഡാഡിന്ന് വിളിക്കാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാ അത് റിലേഷനിലുള്ള ഇച്ചിരി വഴിയായിരുന്നല്ലോ, അതൊക്കെ ഒരു വഴിയാണ്. മീനുട്ടി നവമിക്ക് വന്ന സാവേജ് മാമന്റെ കാര്യം പറഞ്ഞപ്പോ നീ ഇല്ലായിരുന്നു അവിടെ? ഹണി ട്രാപ്പ്. എന്തിനാണ് സ്നേഹിതം നമ്മൾ ഇങ്ങനെ അടിയും വഴക്കോട്ട് എന്നും പോണം? ഇല്ല, ഞാൻ നമ്പർ കൊടുത്തു. ഞാൻ കുട്ടിയുടെ കയ്യില് നമ്പർ കൊടുത്തു. മുതുപ്പള്ളിക്ക് ഒരു കുട്ടി കുറവുണ്ട്. ഈ കുട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാലോ. പള്ളിയും കൊണ്ടുവാ. അതൊക്കെ തീർത്തേക്ക് തീർത്തേക്ക്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞ മുതുപള്ളി. അയ്യോ മുതുപ്പള്ളി നമ്പർ ഏത് കൊച്ചിനെയാ നീ കൊടുത്തത്? ഏത് നമ്പർ? ഏത് കൊച്ച്? ആര്യ? അതൊക്കെ ആര്യ? സാവേജിന്റെ നമ്പർ ഞാൻ ആരും കൊടുക്കാൻ നിക്കണ്ട. സാവേജിനെ അന്വേഷിച്ച് ആരും ഇവിടെ വിളിക്കാനും നിക്കണ്ട, മനസ്സിലല്ലേ? അവനങ്ങനെ വേണ്ട 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 വേണ്ട. പുറത്താക്കാൻ പറ്റില്ല. നീ കണ്ട സിറ്റി പോലും ഇല്ലാത്ത പെമ്പിള്ളേരെ പേരും കേട്ട് മയ്യ് വീണുക്കോ കോഴി. ഞാൻ വീഴൂല, പോടാവുന്ന എനിക്ക് പെമ്പിള്ളിക്ക് അപമാനം. എന്റെ എടാ വലിയ നാടി ശശു പിണക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. സത്യം പറഞ്ഞ കൊണ്ട് നടക്കണത് വളരെ വലിയ തെറ്റാണ്. ആഷിനോട് അവനൊക്കെ അനിയന് ചേട്ടനെയൊക്കെ പോലെ തന്നെ ശരിയാണല്ലോ. അത് ശരിയാണല്ലോ. അത് ശരിയാണല്ലോ. കാത്തുവിന്റെ ജീവിതത്തിൽ ഒരു വില്ലനായി ഞാൻ വരുന്നില്ല. എന്നിട്ട് പള്ളി നിങ്ങൾ എന്നെ പറയണം. സത്യം പറഞ്ഞ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. ഇതിനൊക്കെ ഞാൻ ക്ഷമിച്ചു. ബേബിന്ന് വിളിച്ചപ്പോ ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നില്ല. എങ്കിൽ ബേബിന്ന് വിളിച്ചപ്പോ ഇവൾക്ക് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഫോൺ കട്ട് ചെയ്തില്ല, പകരം ഞാൻ നല്ല തെറിയാ വിളിച്ചത് അങ്ങോട്ട്. വിളിച്ച 2 തെറി പറ കേക്കട്ടെ. ബേബിന്ന് പോയി നിങ്ങളുടെ പറ്റവളെ വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഇതാണോ ചീത്ത? പിന്നെ നിങ്ങളുടെ സ്നൈപ്പിന്റെ സഹോദരനല്ലേ ഞാൻ? അല്ലാതെ പിന്നെ അല്ലാണ്ട് സഹോദരനല്ലടാ, എങ്ങനെ വിളിക്കും? നീയേ നിന്റെ 111 അടവറയിക്കോ. അതേ നടക്കും. നമ്മ നെടുമ്പള്ളി കുറച്ച് ബേബിന്ന് വിളിച്ച ഒരാളുടെ കൂടെ ഞാൻ വിളിച്ചത് നിനക്ക് എന്ത് തെളിവുള്ളത്? അത് അങ്ങേര് പറഞ്ഞു. എന്റെ ജീവിതം നായി നക്കി കുഴപ്പമില്ല. ഇത് അമ്മു നക്കി എന്ന് പറയുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരുമാതിരി. അതിന് നക്കീരല്ലോ, ബേബിന്ന് വിളിച്ചല്ലോ. അയ്യോ ഒന്ന് പോകുന്നില്ല. Let's break up. Let's patch up. അയ്യോ ബ്രേക്കപ്പ്. നീ ഒന്ന് ഉറപ്പ്. Let's break up.
ഒക്കത്തെടുക്കുമ്പോ എറിയുന്ന കുട്ടീനെ പിടിച്ചോണ്ടിരുന്നോളാം. മീനിക്കുട്ടി ഇൻസൾട്ട് ചെയ്തോണ്ടാണ് നമ്മളിപ്പോ പോകുന്നത്. മോളല്ലേ ഒക്കത്ത് കയറി ഇരിക്കുമ്പോ എറിയുന്നു. അതെ നമ്മളിപ്പോ ഇൻസൾട്ട് ചെയ്തോണ്ടാണ് ഈ നെടുമ്പള്ളി ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്. കുട്ടീന്റെ അടുത്ത് നമ്മളടുത്ത് സോറി പറയാൻ പറഞ്ഞ ഒന്ന് നോക്കാം. നെടുമ്പള്ളിന്റെ അടുത്തൊരു വരവുണ്ട്, അപ്പൊ കാണാം. എനിക്കൊരു കാര്യം വേണ്ടി. LSIP ക്ക് വന്ന് ഇനി നെടുമ്പള്ളിയുടെ വണ്ടി ഇവിടെ കണ്ട മീനുട്ടി കത്തിക്കും. മര്യാദയ്ക്ക് മീനുട്ടിക്ക് കാപ്പി ചേച്ചിയോട് മിണ്ടിക്കോ. മീനുട്ടിന്റെ സ്നൈപ്പർ മമ്മീനും കാപ്പി ചേച്ചിയും തമ്മിൽ ഇട്ടാണ്. ഇപ്പം സ്നൈപ്പർ മമ്മീനും കാപ്പി ചേച്ചിനെ വേണ്ടെന്ന്. അത് മീനുകുട്ടിയെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോ പറഞ്ഞു, ചിലപ്പോ പ്രാങ്ക് ആയിരിക്കും. പൊളിച്ച മാമ മീനുട്ടിന്റെ കൂടെ വന്നിട്ടൊന്ന് ചോദിക്കോ. ചോദിക്കാലോ. കാത്തു വരാ. ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പൊ അല്ല. അല്ലാത്ത കാര്യം സാറേ, അല്ലാത്ത കാര്യം അത് ഇപ്പൊ നിങ്ങള് സത്യം പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ചെറിയ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കേസ് ആണെങ്കിൽ സാറിന് സംസാരിച്ച് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. സാറേ കേസ് എന്തിനായിരുന്നു ചോദിച്ചാൽ സാറേ ലിഫ്റ്റിക്ക് ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് ലിഫ്റ്റിക്ക് ഇട്ട് സാറേ, ഞാൻ ഇച്ചിരി കഴിഞ്ഞു സാറേ, അതുകൊണ്ടാണ് നമ്മൾ അന്ന് ബ്രേക്കപ്പ് ആയത്. സാറേ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതെ, നിങ്ങളെ ഗുഡ് ടൈംസ്, അതായത് നിങ്ങള് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമില് കൂടെ ഉണ്ടായിരുന്ന അതാണ് ഒരാളാണ് ഈ കൊച്ചു പിള്ളേരെ മനസ്സിൽ കള്ളമില്ല, അവർ സത്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ആണല്ലേ സാറേ? സാറേ എങ്ങനെയാണ് എനിക്കൊരു ബിസിനസ് ഉണ്ടായി സാർ. എന്താന്ന് പറയൂ സാറേ, ഈ റിലേഷൻ ആയത് അത് പൊളിച്ച് കൈ കൊടുക്കുക, അതൊരു സിനിമ പേരില്. അതിൽ എന്റെ ബിസിനസ് പാർട്ട്ണർ ആരായിരുന്നു അറിയോ? മീനൂട്ടി. എന്റെ നിന്ന് പൈസകൾ എണ്ണിയാണ് മേടിച്ചിരിക്കണേ, എണ്ണി. സൂര്യബോസിന് അറിയോ സിറ്റിയിലെ? സാറേ അവനെ കാട്ടി ഇരട്ടിയാണ് ഇവള്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ജാക്ക് സാറും കൂടെ ഞങ്ങള് പെട്രോളിൽ പോയ സമയത്ത് മീനൂട്ട് ഒറ്റയ്ക്കുന്ന റോഡിൽ നിന്ന് കരയും. അപ്പൊ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, മീനൂട്ടി എന്താ മോൾ അവിടെ കിടന്ന് കരയിലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സ്നൈപ്പ് മാമൻ കാത്തു പിരിഞ്ഞെന്നോ, അപ്പം മാമനൊന്ന് ഉപദേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ കൊണ്ട് സാറേ പറ്റുന്ന രീതിയിൽ രണ്ടുപേരെ ഒന്ന് വിളിച്ചു. നമ്മളെ കൊണ്ട് പറഞ്ഞവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് ആ കുട്ടിക്ക് ഒരു സന്തോഷമായി. മീനുട്ടി ഇങ്ങനെ ഒന്ന് വിഷമിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത് നിങ്ങളെ, അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇടപെടുന്നതായിരുന്നു. സാറേ മീനുട്ടീന്റെ വിഷമങ്ങൾ നമുക്കൊരു ഐസ്ക്രീം കൊടുത്താ എന്തായിരുന്നു? ജീവിതം എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് മാറേണ്ടതല്ല സാറേ. അല്ല സാറേ, നിങ്ങള് നേരത്തെ കണ്ടിട്ടുണ്ടോ സാറേ? എന്റെ ജീവിതം മാറി, പിന്നെ ഞാൻ എന്റെ ലുക്കൊക്കെ മാറ്റി. ഇപ്പൊ കണ്ടില്ല സാർ ഇങ്ങനെ നിരാശ കമനെ പോലുണ്ട്. ആ സാറേ, നിങ്ങൾക്കത് മനസ്സിലാവുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ സാറേ ഇതില് 100 നമുക്ക് സൊല്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. ഞാനൊരു കാര്യം പറയാം, ഒന്നുകില് എല്ലാം കൂടെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക. നമ്മള് കുറച്ച് മുമ്പാണ് നമ്മൾ സംസാരിച്ചത്. ഞാനല്ല, സ്നൈപ്പ് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു, അതാ ചെയ്തു. ഒരു റിലേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും ഓക്കെ ആയിരിക്കണം. അവനെ കാര്യമില്ല, ഞാൻ പൊക്കോളാം. മീനും അമ്മയിന് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ മോളെ, അത് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇമോഷണലായി ഇല്ല മോളെ, വെറുതെ ഇഷ്യൂ ആക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മീനുന്റെ അടുത്ത് പോയി ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പറഞ്ഞല്ലേ മീനുന്റെ അടുത്ത്. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇങ്ങോട്ടോ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത് ബെറ്റർ ആക്കത്തേ ഉള്ളൂ. ഇപ്പൊ ഒറ്റൊരു നോട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാള്, പിന്നെ മിണ്ടായിരിക്കുമ്പോ ആ സൈലൻസിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം.